അതിൽ സാങ്കേതികമായി ഇസ്ലാമിക നിയമപ്രകാരം സംയോഗം ചെയ്ത് പൂർണ്ണമായി സംയോഗം നിർവഹിച്ചു കൊള്ളണം എന്നില്ല കുളി നിർബന്ധമാകാൻ. അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം ദുഖൂലു ഹഷ്ഫത്തിൻ ഫർജൻ എന്ന് പറയാൻ കാരണം. കുളി നിർബന്ധമാവുക കീശിരി ആ ദർക്കരിയാൾക്ക് അവിടെ കഴിച്ചു വിട്ടുക്കെന്നാ തോന്നുന്നത്. ആ ജിന്നും ശൈത്താനാകെ അതിങ്ങോട്ട് ഇടക്ക് ഇറങ്ങി കയറി വരിക. അപ്പോ രണ്ടാമത്തെ കാര്യം സംയോഗം എന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ പക്ഷേ സാധാരണ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. സാധാരണഗതിയിൽ സംയോഗം എന്ന് പറഞ്ഞാൽ സംയോഗം തുടങ്ങി അവസാനിപ്പിക്കുന്നത് വരെ ആവുമ്പോഴാണല്ലോ സാധാരണഗതിയിൽ സ്ഖലനം സംഭവിക്കുമ്പോഴാണ് സംയോഗം അവസാനിപ്പിക്കുക. അപ്പൊ അങ്ങനെ വന്നെങ്കിലേ കുളി നിർബന്ധമാകൂ എന്ന് വിചാരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് കുളി നിർബന്ധമാകാൻ അത്രക്കൊന്നും വേണ്ട. മറിച്ച് ദുഖൂലു ഹഷ്ഫത്തിൻ ലിംഗാഗ്രം പ്രവേശിക്കലാണ് ഫർജൻ ഗൃഹസ്ഥാനത്തിൽ എന്ന് പറയാൻ കാരണം. അഥവാ പുരുഷ ലൈംഗികാവയവത്തിൽ സുന്നത്ത് കഴിക്കപ്പെടുന്ന ചേലാകർമ്മം നിർവഹിക്കപ്പെടുന്ന ആ ഭാഗം അത് ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമായി. ലിംഗം പൂർണ്ണമായി പ്രവേശിച്ചു കൊള്ളണം എന്നോ സ്ഖലനം സംഭവിച്ചു കൊള്ളണം എന്നോ ഇല്ല കുളി നിർബന്ധമാവുന്നതിന് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇപ്പൊ നമുക്ക് വേഗം മനസ്സിലാവുമെങ്കിലും ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തില് നിയമം അല്പം വ്യത്യാസമായിരുന്നു. ഇത് ഇസ്ലാമിക നിയമങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഘട്ടം ഘട്ടങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയതാണ്. ആദ്യഘട്ടത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ ലൈംഗിക പ്രവർത്തനത്തിൽ സ്ഖലനം സംഭവിച്ചെങ്കിലേ കുളി നിർബന്ധമാവൂ എന്നായിരുന്നു ഇസ്ലാമിലെ ആദ്യകാല നിയമം. അങ്ങനെ ഹദീസിൽ ഇമാം ബുഖാരിയൊക്കെ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, കാനഫി അവലിൽ ഇസ്ലാമി ഇന്നമൽ മാഉ ബിൽ മാ, സ്ഖലനം സംഭവിച്ചെങ്കിലേ കുളിച്ചു ശുദ്ധിയാവൽ നിർബന്ധമുള്ളൂ എന്ന ഒരു നിയമമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ വിധി ദുർബലമാക്കപ്പെടുകയും ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു പുരുഷന്റെ ലൈംഗിക അവയവത്തിന്റെ അഗ്രഭാഗം ആ മാർക്കം ചെയ്യപ്പെടുന്ന ആ അതിർത്തി വരെ പ്രവേശിച്ചാൽ തന്നെ സ്ഖലനം സംഭവിച്ചെങ്കിലും ഇല്ലെങ്കിലും, അതുപോലെ തന്നെ പുരുഷ ലൈംഗികാവയവത്തിന്റെ ബാക്കി ഭാഗം പ്രവേശിച്ചാലും ഇല്ലെങ്കിലും കുളി നിർബന്ധമാകും എന്ന നിയമം പിന്നീട് വന്നതാണ്. അപ്പോ ഗുഹ്യസ്ഥാനത്ത് ലിംഗാഗ്രം പ്രവേശിക്കുക എന്ന് പറയുന്നിടത്ത് വലൗ കാന അഹദുഹുമാ, ഈ പ്രവേശിക്കുന്ന പുരുഷലിംഗം അതല്ലെങ്കിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ലൈംഗികാവയവം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ആയിരുന്നാലും മുൻഫസിലൻ ശരീരത്തിൽ നിന്ന് വേർപെട്ടുകഴിഞ്ഞതാണെങ്കിലും, ഉദാഹരണം ഒരു പുരുഷന്റെ ലൈംഗികാവയവം ഛേദിക്കപ്പെട്ടു, ഈ ഛേദിക്കപ്പെട്ട് ശരീരത്തിൽ നിന്ന് വേർപെട്ട പുരുഷന്റെ ലൈംഗികാവയവമാണ് ഒരു സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിക്കുന്നത് എന്നിരിക്കട്ടെ, എന്നാലും ഈ സ്ത്രീക്ക് കുളി നിർബന്ധമാവും. ഇനി നേരെ മറിച്ചു ആവാം, ഒരു സ്ത്രീയുടെ ലൈംഗികാവയവം ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ പുരുഷന്റെ തന്നെ ആവട്ടെ, പിന്ദ്വാരം ഇതേ നിയമമാണെന്ന് പറയും, അതിലാണ് ഈ പുരുഷന്റെ ലൈംഗികാവയവം പ്രവേശിച്ചത്, എന്നാലും കുളി നിർബന്ധമാവും. അതല്ലെങ്കിൽ ഔലി ബഹീമത്തിൻ, ഈ പുരുഷന്റെ ലൈംഗികാവയവം പ്രവേശിച്ചത് ഒരു മൃഗത്തിന്റെ
ലൈംഗികാവയവത്തിലാവട്ടെ തിരിച്ചും ഒരു മൃഗത്തിന്റെ ലൈംഗികാവയവം ഒരു മനുഷ്യന്റെ ലൈംഗികാവയവത്തിൽ പ്രവേശിക്കട്ടെ, രണ്ടായാലും. മുമ്പൊക്കെ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് അതൊക്കെ? ഇതൊക്കെ ഈ മനുഷ്യന്റെ ഇടയിൽ പറയാൻ പറ്റാത്ത നാണം കെട്ട കാര്യങ്ങളാണ് ഫിഖ് ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ ലോകം തിരിയാത്ത ഉൽപ്പതിഷ്ണുക്കൾ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ചില സാധുക്കൾ പറഞ്ഞിരുന്നു. ഇന്നതൊക്കെ പകൽ വെളിച്ചം പോലെ അത്യാവശ്യമായും അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലായല്ലോ. പട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ലൈംഗികദാഹം തീർക്കുന്ന ധാരാളം സ്ത്രീകൾ പടിഞ്ഞാറ് രാജ്യങ്ങളിലുണ്ട് എന്ന് ഇന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു മൃഗത്തിന്റെ ലൈംഗികാവയവമാണ് ഈ സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിക്കുന്നത്. എങ്കിലും കുളി നിർബന്ധമാണ്. ഇനി നമ്മുടെ നാട്ടിൽ കെട്ടിയിട്ട പശുവിനെ ബലാത്സംഗം ചെയ്ത് കൊന്നതായി കേസ് കിടക്കുന്നിപ്പോ. അങ്ങനെ വരുമ്പം പുരുഷനാണ് എന്റെ ലൈംഗികാവയവം ഒരു മൃഗത്തിന്റെ ലൈംഗികാവയവത്തിലാണ് പ്രവേശിച്ചത്. ഇവിടെ ഈ പുരുഷൻ കുളിക്കണം. ഇവിടെ രണ്ട് സ്ഥലത്തും ഔ മയ്യിത്തിൻ, അതല്ലെങ്കിൽ ഒരു മൃതശരീരത്തിലാണ് ഒരു പുരുഷന്റെ ലൈംഗികാവയവം പ്രവേശിച്ചത് എന്നിരിക്കട്ടെ. അതല്ലെങ്കിൽ ഒരു പുരുഷന്റെ മൃതശരീരത്തിലുള്ള പുരുഷ ലൈംഗികാവയവം ഒരു സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിച്ചെന്നിരിക്കട്ടെ. ഇവിടെയൊക്കെ കുളി നിർബന്ധമാകും. സ്ഖലനം സംഭവിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ. ലാക്കിൻ പക്ഷെ എന്ന് പറയുമ്പോ ദേഹത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടതോ മൃഗമോ അല്ലെങ്കിൽ മൃഗത്തിന്റേതോ ഒക്കെ ആയ ലൈംഗികാവയവം പ്രവേശിച്ചാൽ കുളി നിർബന്ധമാവുമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അവിടെ നിന്ന് ചെറിയ ഒരു വിശദീകരണം ആവശ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത് ലാക്കിൻ പക്ഷേ. ഇതൊക്കെ കുളി നിർബന്ധമാവുമെങ്കിലും ലാ വസ്ല, കുളി നിർബന്ധമാവുകയില്ല അലാ സ്വാഹിബിൽ മുൻഫസിലി, ശരീരത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട അവയവം ആ അവയവത്തിന്റെ ഉടമയായ വ്യക്തിയുടെ മേൽ കുളി നിർബന്ധമില്ല. ഉദാഹരണം, ഒരു ജീവനുള്ള പുരുഷന്റെ ലൈംഗികാവയവം ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടു. ഈ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട ലൈംഗികാവയവം ഒരു സ്ത്രീ അവളുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഈ സ്ത്രീക്ക് കുളി നിർബന്ധമാകും. പക്ഷേ നേരത്തെ ലൈംഗികാവയവം മുറിച്ചു മാറ്റപ്പെട്ട് ആ വ്യക്തിയുടെ മേൽ നിർബന്ധമില്ല. കാരണം അവന്റെ ശരീരമായിട്ട് ഇതിന് ബന്ധമില്ലല്ലോ, ശരീരത്തിൽ മുറിച്ചു മാറ്റപ്പെട്ടതാണല്ലോ. അതുപോലെ തന്നെ വലാലൽ മയ്യിത്തി, ഒരു മരിച്ച മൃതശരീരത്തിൽ ഒരു പുരുഷൻ തന്റെ ലൈംഗികാവയവം പ്രവേശിപ്പിച്ചാൽ അവിടെ ആ മയ്യത്തിന് അതിന്റെ പേരിൽ ഇനി പ്രത്യേകം കുളിപ്പിക്കേണ്ടതില്ല. നേരത്തെ കുളിപ്പിച്ച മയ്യത്താണെങ്കിൽ ഇനി ഒരു പുരുഷൻ ആ മയ്യത്തിന്റെ ലൈംഗികാവയവത്തിൽ തന്റെ ലൈംഗികാവയവം പ്രവേശിപ്പിച്ചു എന്നതുകൊണ്ട് ഇനി മയ്യത്ത് വീണ്ടും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ആവട്ടെ. അപ്പോ മുറിച്ചു മാറ്റപ്പെട്ട അവയവം പ്രവേശിച്ചാലും പ്രവേശിച്ച വ്യക്തി കുളിക്കണമെങ്കിലും ഈ മുറിച്ചു മാറ്റപ്പെട്ട വ്യക്തി അവൻ കുളിക്കേണ്ടതില്ല എന്നതുപോലെ ഒരു മയ്യത്തിന്റെ ഭാഗത്താണ് തന്റെ ലൈംഗികാവയവം പ്രവേശിച്ചതെങ്കിൽ താൻ കുളിക്കണം എന്നല്ലാതെ ഈ മയ്യത്തിനെ വീണ്ടും കുളിപ്പിക്കേണ്ടതില്ല എന്നതുപോലെ തന്നെ മൃഗം, അത് പിന്നെ അവിടെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. മൃഗത്തിന്റെ ലൈംഗികാവയവമാണ് പ്രവേശിച്ചത്, അല്ലെങ്കിൽ മൃഗത്തിന്റെ ലൈംഗികാവയവത്തിലാണ് ഒരു പുരുഷന്റെ ലൈംഗികാവയവം പ്രവേശിച്ചത്. എന്നാൽ അവിടെ ഈ മനുഷ്യൻ കുളിക്കണം എന്നല്ലാതെ ഈ മൃഗത്തിന്റെ മേൽ കുളിയുടെ നിയമം ബാധകമല്ല. കാരണം മുക്കല്ലഫല്ലല്ലോ. അതുപോലെ തന്നെ മയ്യത്ത് മുക്കല്ലഫല്ല. അതുകൊണ്ടാണ് മയ്യത്തിന്റെ ലൈംഗികാവയവത്തിൽ പ്രവേശിച്ചാൽ അതിന് രണ്ടാമത് കുളിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. കാരണം ജീവനുള്ള വ്യക്തിക്ക് തക്ലീഫ് ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ബാധകമാകുന്നുള്ളൂ. ഇനി വലൗകാന ദുഖൂലുഹ, ഈ ഹഷ്ഫ അഥവാ പുരുഷന്റെ ലൈംഗികാവയവം പ്രവേശിച്ചതാണെങ്കിലും ഫീ ദുബുരിൻ,
പിന്ദ്വാരത്തിലാണെങ്കിലും ഇത് തന്നെയാണ് നിയമം, കുളി നിർബന്ധമാവും. സാധാരണഗതിയിൽ ലൈംഗിക വീഴ്ച നടത്തുന്നത് പിന്ദ്വാരത്തിലല്ല എന്ന് തന്നെയല്ല ഇസ്ലാം കഠിനമായി ഹറാമാക്കിയ കാര്യമാണ് അത്. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു നിയമപ്രകാരം ഭാര്യയാക്കി കഴിഞ്ഞാൽ ആ ഭാര്യയിൽ നിന്നും ഭർത്താവിന് ഹറാമാവുന്ന 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ലൈംഗികമായ വിഷയത്തിൽ. ഒന്ന്, മെൻസസ് ഉള്ള സമയത്ത് സംയോഗത്തിൽ ഏർപ്പെടുക. മറ്റൊന്ന്, പിന്ദ്വാരത്തിൽ സംയോഗത്തിൽ ഏർപ്പെടുക. ഇത് രണ്ടും ഒരു ഭാര്യയിൽ നിന്നും ഭർത്താവിന് ഹറാമായ ലൈംഗിക പ്രവർത്തനമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അല്ലാഹു തആല വിവാഹം കൊണ്ട് ഹലാലാക്കുന്നു. അപ്പൊ അത് സ്വന്തം വിവാഹം കഴിച്ച പത്നിയാണെങ്കിൽ പോലും പിന്ദ്വാരത്തിൽ ലൈംഗിക വീഴ്ച നടത്തുക എന്ന് പറയുന്നത് കടുത്ത ഹറാമാണെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅനത്ത് ചെയ്ത് ശപിച്ചതായി ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. പക്ഷെ അങ്ങനെ സംഭവിച്ചാലോ, സംഗതി ചെയ്യാൻ പാടില്ല, കടുത്ത കുറ്റമാണ്. എങ്കിലും അങ്ങനെ സംഭവിച്ചാൽ കുളി നിർബന്ധമാവും. അതാ വലൗകാന ദുഖൂലുഹ, ഈ പുരുഷന്റെ ലൈംഗികാവയവം പ്രവേശിച്ചത് ആയിരുന്നാലും ഫീ ദുബുരിൻ, പിന്ദ്വാരത്തിലാണെങ്കിലും കുളി നിർബന്ധം തന്നെ. ഇനി ഔബിഹാഇലിൻ, മറയോടുകൂടി. ഇപ്പോഴേ കോണ്ടം ഒക്കെ ധരിച്ചുകൊണ്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നുണ്ടല്ലോ. എന്നാലും അപ്പോ നേർക്ക് നേരെ ശരീരത്തിന്റെ അവയവുമായി ടച്ച് ചെയ്യുന്നില്ല, അതിനൊരു മറയുണ്ട്. എന്നാലും കുളി നിർബന്ധമാവുന്നതിന് മാറ്റമൊന്നുമില്ല, കുളി നിർബന്ധമാവും. മറ്റു നിയമങ്ങളുമൊക്കെ അത് തന്നെ, സാധാരണ ലൈംഗിക ബന്ധത്തിന്റെ വിധി തന്നെ. സാധാരണ ഹറാമാവുന്നതാണെങ്കിൽ കോണ്ടം ധരിച്ചതുകൊണ്ട് മാത്രം അത് ഹലാലാവുന്നില്ല, ഹറാമല്ലാതെ വരുന്നില്ല. ഔ ബിസഹ്വിൻ, അല്ലെങ്കിൽ ധാരണയില്ലാതെ അബദ്ധത്തിൽ സംഭവിച്ചതാണ്, അങ്ങനെയും ആവാം. അതായത് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടണം എന്ന പൂർണ്ണമായ ബോധത്തോടുകൂടിയോ ഉദ്ദേശത്തോടുകൂടിയോ അല്ല. അല്ലാതെ പിന്നെ എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട. അത് കാരണം അങ്ങനെ അപൂർവമായൊക്കെ സംഭവിക്കുന്നതും സാധ്യതയായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിവരിക്കും. കാരണം അപൂർവ സംഭവമായും അങ്ങനെയൊന്നും സംഭവിച്ചു പോയാൽ അവനിപ്പോ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഉദാഹരണം, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ശയിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയിരുന്നു. ഉറക്കത്തിൽ ഇവന് ലൈംഗികമായി ഉദ്ധാരണം സംഭവിച്ചു. അങ്ങനെ ആ ഉറക്കത്തിൽ നിന്ന് പൗതി ഉറക്കവും പൗതി ഉണർച്ചയൊക്കെയാണ്. അങ്ങനെ ഒരു അവസരത്തിലാണ് പറയുന്നത് പോലെ തന്റെ ഭാര്യയുമായി തന്റെ ലൈംഗികാവയവം ഭാര്യയുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിക്കുന്നത്. അത് ഉദ്ദേശപൂർവമോ ചെയ്യണമെന്ന് കരുത്തോടുകൂടിയോ ഒന്നും അല്ല. എന്നാലും കുളി നിർബന്ധമാവുന്ന വിഷയത്തിൽ അതിന് മാറ്റമൊന്നുമില്ല. ഇനി ഔബി ഇക്രാഹിൻ, ബലാത്കാരമാണ്. എന്നാലും നിയമം അങ്ങനെ തന്നെ. ബലാത്കാരമായിട്ടാവുമ്പോൾ ബലാത്കാരം ചെയ്യപ്പെട്ട ആള് അത് ഹറാമായ നിലക്കാണെങ്കിൽ ആ വ്യക്തിക്ക് കുറ്റം ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ, കുളി നിർബന്ധമാവുന്ന വിഷയത്തിൽ സ്വേഷ്ടപ്രകാരമായാലും ബലാത്കാരമായിട്ടാണെങ്കിലും നിയമം തുല്യം തന്നെ. റായിക്കറായി. ഇനി ഔബിലാ ഷഹ്വത്തിൻ, ഈ സംഗതി നടന്നത് ലൈംഗിക വികാരം ഇല്ലാതെയാണ്. ലൈംഗിക വികാരം ഇല്ലാതെ പിന്നെ എങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കേണ്ട, അവർക്ക് അങ്ങനെ സംഭവിക്കാൻ പൂർവമായി. ഉദാഹരണം, ചിലപ്പോൾ മൂത്രശങ്ക ഉണ്ടായാലും പുരുഷന് ലൈംഗികാവയവത്തിൽ ചിലപ്പോൾ ഉദ്ധാരണം സംഭവിക്കും. അങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്ന ലൈംഗികാവയവം അവന്റെ ഉദ്ദേശപൂർവം അല്ലാതെ ഭാര്യക്ക് തന്റെ ലൈംഗികാവയവത്തിൽ പ്രവേശിപ്പിക്കാമല്ലോ. അങ്ങനെ വന്നാലും കുളിക്കണം. സ്ഖലനം സംഭവിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ, ഈ കാര്യം നടക്കുമ്പോൾ ഷഹ്വത്ത് അഥവാ വികാരം, ലൈംഗിക വികാരം ഉണ്ടാവട്ടെ ഇല്ലാകട്ടെ, ആ വ്യത്യാസമൊന്നും അതിലില്ല. എങ്ങനെ വന്നാലും പുരുഷന്റെ ലൈംഗികാവയവത്തിന്റെ ഹഷ്ഫ എന്ന് പറയുന്ന ആ ചേലാകർമ്മം ചെയ്യപ്പെടുന്ന ഭാഗം മുൻദ്വാരമോ പിന്ദ്വാരമോ മനുഷ്യന്റേതോ മൃഗത്തിന്റേതോ ആയ ഒരു ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിച്ചാൽ കുളി നിർബന്ധമാവും. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇതിനാണ് ചുരുക്കി പറഞ്ഞാൽ സംയോഗം എന്ന് പറയുക. അപ്പൊ ഒന്ന് സ്ഖലനം സംഭവിക്കുക, രണ്ട് സംയോഗം നടക്കുക.
അപ്പൊ രണ്ടും കൂടി ഉണ്ടായാലോ? എന്നാലും കുളി നിർബന്ധം ഒന്ന് തന്നെ ഉള്ളൂ. കാരണങ്ങൾ ഒന്നിലധികം ഉണ്ടായി എന്നതുകൊണ്ട് കുളി എണ്ണം ഏറുന്നതല്ല എന്ന് മൊത്തം മനസ്സിലാക്കി വെക്കുക. എന്നാൽ ഒരുപാട് സംശയങ്ങൾക്ക് അത് മറുപടിയാവും. ഇപ്പൊ പറഞ്ഞ നമ്മളിപ്പോ രണ്ട് കാരണം പറഞ്ഞല്ലോ. ഒന്ന് സ്ഖലനം സംഭവിക്കുക, അതുകൊണ്ട് സ്വന്തം കുളി നിർബന്ധമാവും. മറ്റൊന്ന് സംയോഗം അഥവാ ലൈംഗിക അവയവം പരസ്പരം പ്രവേശിക്കുക, അതുകൊണ്ടും കുളി നിർബന്ധമാവും. സാധാരണഗതിയിൽ സംയോഗം ചെയ്യുമ്പോൾ ലൈംഗിക അവയവങ്ങൾ പരസ്പരം പ്രവേശിക്കുകയും ചെയ്യും, സ്ഖലനം സംഭവിക്കുകയും ചെയ്യും. അപ്പൊ രണ്ട് കാരണമായിരുന്നേ ഉള്ളൂ. രണ്ട് കാരണം കൊണ്ട് കുളി നിർബന്ധമാകും. അതുകൊണ്ട് മാത്രം രണ്ട് കുളി വേണ്ടതില്ല. എന്നതുപോലെ സ്ത്രീകൾക്ക് ചിലപ്പോൾ 3 കാരണങ്ങൾ വരെ ഒരുമിച്ച് കൂടാൻ സാധ്യതയുണ്ട്. ഹൈളും നിഫാസും ജനാബത്തും ഒന്നിച്ചൊരുമിച്ച് കൂടാൻ സാധ്യതയുള്ള പല സന്ദർഭങ്ങളുമുണ്ട്. അങ്ങനെ വന്നാലും